ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് എർട്ടിക ഹൈബ്രിഡ് ആണ്. അപ്പം മാരുതിയുടെ വണ്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹൈബ്രിഡ് വണ്ടികളിൽ ഒരുപാട് പ്രശ്നം വരുന്നുണ്ട്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഇപ്പം നിങ്ങൾ 2 ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു, 2 ദിവസം സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, 2 ദിവസം കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു, എടുക്കുന്നില്ല. 3-ാമത്തെ ദിവസം നിങ്ങൾ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേനും വണ്ടിയിൽ ബാറ്ററി ചാർജ് ഉണ്ടാകത്തില്ല, ഇനിഷ്യൽ ചാർജ് ഉണ്ടാകത്തില്ല. ഒരു സെൽഫ് അടിക്കാൻ ഉണ്ടാകുന്ന പോലും ഒരു ചാർജ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇതായിരിക്കും വണ്ടിയിൽ കാണിക്കുന്ന ഇഷ്യൂ. അപ്പം ബാറ്ററി എങ്ങനെ ഡ്രെയിൻ ആവുന്നു എന്ന് നമ്മൾ ഏതെല്ലാം വിധത്തിൽ ചെക്ക് ചെയ്താലും അതിൻ്റെ ഒരു സോഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു സാധനങ്ങളോ ഷോട്ടിംഗ് ആയിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഹൈബ്രിഡ് വണ്ടികൾക്ക് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഞാൻ കാണിച്ചു തരാം. ഈ യൂണിറ്റാണ് നമ്മുടെ ഹൈബ്രിഡ് വണ്ടികളിൽ ഉപയോഗിക്കുന്ന ആക്സിലറി പവർ മൊഡ്യൂൾ. ഇതാണ് ഇതിൻ്റെ കവറെല്ലാം വരുന്നത്. ഈ ഒരു യൂണിറ്റ് ഷോർട്ടിങ് വരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ബാറ്ററിയിൽ മെയിൻ ബാറ്ററി വന്നിട്ട് ഡിസ്ചാർജ് ആയി പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 ടെർമിനൽസ് നമുക്ക് ഇത് റിമൂവ് ചെയ്ത് ഒരു ടേപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതൊരു ഹൈലി റിസ്ക് ആയിട്ടുള്ളൊരു ജോബാണ്. അപ്പോൾ ഈ 2 ടെർമിനൽ നിങ്ങൾക്ക് ഊരി ഡിസ്കണക്ട് ചെയ്തിട്ട് ഇതൊരു ടേപ്പ് അടിച്ച് മാറ്റി വെച്ചിട്ട് 2 ദിവസം നിങ്ങൾ മെയിൻ ബാറ്ററിയിൽ ചാർജ് കുറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റും. ആ ടെർമിനൽ ഓരുന്നതോടുകൂടി തന്നെ വണ്ടിയുടെ ബാറ്ററി ഡ്രെയിൻ ആവുന്ന ഇഷ്യൂ നിങ്ങൾക്ക് സോൾവ് ആവും. പക്ഷേ ഈ ഒരു യൂണിറ്റ് ആക്സിലറി പവർ മൊഡ്യൂൾ ഇല്ലാതെ നിങ്ങൾക്ക് വണ്ടി വന്നിട്ട് മെയിൻ ബാറ്ററി ചാർജ് ആവില്ല. അതേപോലെ തന്നെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സിസ്റ്റം വർക്ക് ചെയ്യില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു, നമ്മൾ ഇതിനെ റിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു യൂണിറ്റിൻ്റെ കമ്പനിയിൽ വരുന്ന വില വന്നിട്ട് 55 to 60 ഉള്ളൊരു എമൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ നമുക്കിത് റിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ റിപ്പയർ ചെയ്ത് ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് വണ്ടി ആവശ്യമുണ്ട്. ഇത് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ള കണ്ടന്റ്. അപ്പം ഈ ഹൈബ്രിഡ് വണ്ടികൾ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി കണ്ടിന്യൂസ് ആയിട്ട് ഡ്രെയിൻ ആയി പോയെന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഡ്രെയിൻ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ബാറ്ററി മാറി പൈസ കളയാതെ അത് ഈ ഇഷ്യൂ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാറുക. അപ്പം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.